അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം. ഈ ഇബ്ലീസ് ഉണ്ടല്ലോ, ഇബ്ലീസ് തൗബ ചെയ്യോ ഉസ്താദെ? ഇപ്പോൾ ഉസ്താദ്മാരുടെ ഇടയിൽ ചർച്ചകൾ നടന്നതായി കേട്ടു. ചില ഉസ്താദുമാർ പറയുന്നത് ഇബ്ലീസ് തൗബ ചെയ്യും, അള്ളാഹു താല ആ തൗബ സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മറ്റ് ചില ഉസ്താദുമാർ പറയുന്നത് അങ്ങനെ ഇബ്ലീസ് തൗബ ചെയ്യില്ല, അള്ളാഹു തൗബ സ്വീകരിക്കില്ല, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല എന്നൊക്കെ മറ്റ് ചില ഉസ്താദുമാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇമാമിയങ്ങൾ കിതാബുകളിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉസ്താദെ? വിശദമായിട്ടുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്ലീസിന്റെ തൗബ എന്ന് പറയുമ്പോൾ ഇബ്ലീസ് ഇപ്പൊ തൗബ ചെയ്യൂലേ? അതുപോലെ തന്നെ ചെയ്താൽ തന്നെ അത് സ്വീകരിക്കൂലേ? ഇങ്ങനെയൊക്കെ അവിടെ പറയാൻ പറ്റും ഇബ്ലീസിന്റെ തൗബ എന്ന് പറയുമ്പോൾ. ഏതായാലും ഇബ്ലീസ് തൗബ ചെയ്യൂലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏക അഭിപ്രായക്കാർ അല്ല. അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിലുണ്ട്. ചില പണ്ഡിതന്മാർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുപോലുണ്ട്, എന്നാൽ ഒരിക്കലും ചെയ്യൂല, അത് അസംഭവ്യമാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുപോലുമുണ്ട്. എന്നാൽ ഇബ്ലീസിന്റെ തൗബ സ്വീകരിക്കൂല, ചെയ്തിട്ടൊന്നും കാര്യമില്ല, സ്വീകരിക്കുന്നല്ല എന്ന വിഷയത്തിൽ ഏറെക്കുറെ പണ്ഡിതന്മാരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പറയുന്നുണ്ട് സ്വീകരിക്കൂല എന്നുള്ളത്. അപ്പോൾ ഇബ്ലീസിനക്ക് തൗബല്ല എന്ന് തന്നെ പറയാം എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ പണ്ഡിതന്മാരും അവൻ തൗബ ചെയ്യൂല എന്ന് പറഞ്ഞാൽ, തൗബല്ല എന്ന് പറഞ്ഞാൽ അവർ തൗബ ചെയ്യൂല, അതുപോലെ ചെയ്താൽ സ്വീകരിക്കൂല എന്ന റൂട്ടിലൊക്കെയാണ് അവർ പോയത്. എന്നാൽ ഖുർആനും ഹദീസും എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് ഇവിടുത്തെ മുഫസ്സിരീങ്ങളുടെ തഫ്സീറിന്റെ കിതാബും ഹദീസിന്റെ കിതാബും ഒക്കെ നോക്കിയിട്ട് അതിന്റെ ബലാബലത്തിൽ കർമ്മങ്ങൾ, മതത്തിന്റെ വിധികൾ പറയുന്ന ഫുഖഹ അവരെന്ത് പറഞ്ഞു എന്നുള്ള എപ്പോഴും നമ്മൾ നോക്കാറുണ്ട്. അതിൽ നമ്മുടെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കും. ഏതൊരു വിഷയത്തിലും തുഹ്ഫ ഒരു വിഷയം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഏറെക്കുറെ നമുക്ക് അത് ഒരു ആധികാരികവും അതുപോലെ തന്നെ നമ്മൾ അതൊക്കെ ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മുടെയൊക്കെ ഈ പറയുന്ന എൻ്റെ റൂട്ടും തിയറിയൊക്കെ. ഏതായാലും ഈ വിഷയത്തിൽ മഹാനായ ഗഡ്സുള്ള പണ്ഡിതർ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിലൊക്കെ പറഞ്ഞ് ഇബ്ലീസിനക്ക് തൗബല്ല, തൗബ ചെയ്താലും സ്വീകരിക്കൂല എന്ന് തന്നെ വ്യക്തമായിക്കൊണ്ട് മഹാനവർ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് മഹാനവരുടെ അഭിപ്രായം വരെ പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മഹാന്മാരെ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിലൊക്കെ പറയുന്നത് ഇബ്ലീസിന്റെ ഈമാന്, അവന്റെ വിശ്വാസം അതൊക്കെ അസംഭവ്യാണ്, മുഹാലാണ്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല പറഞ്ഞ കളവാവൂലേ, അതെങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട്. ആദ്യം റാസി എന്ന് പറയാം, എന്നിട്ട് തുഹ്ഫ പറയാം. നമുക്ക് തഫ്സീറുൽ കബീറിന്റെ 26-ാം വാള്യം ഇതിന്റെ സൂറത്തു സ്വാദ് ട്ടോ, സൂറത്തു സ്വാദിന്റെ 85-ാമത്തെ വചനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണും. ഇതിൻ്റെ 245-ാമത്തെ പേജിൽ അപ്പോൾ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. അന്നഹു തആല ഖാല ഫി ഹഖ് ഇബ്ലീസ്. ഉണ്ടോ, ഇബ്ലീസിന്റെ കാര്യത്തിൽ അല്ലാഹു തആല പറഞ്ഞ എന്താണ്? ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. ഉണ്ടോ, ആട്ടി ഓടിക്കപ്പെട്ടവനും അതുപോലെ ലഅനത്താക്കപ്പെട്ടവനും ഒക്കെയാണ്. അപ്പൊ അവനെ പറ്റിയിട്ടൊക്കെ ഈ പറയുന്ന ഇലാ യൗമിദ്ദീൻ അത്രത്തോളം പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ആളാണ് ഇബ്ലീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫഹാദ ഇഖ്ബാറും മിനല്ലാഹി തആല ബിഅന്നഹു ലാ യുഅ്മിനു. ഇങ്ങനെ അല്ലാഹു തആല പറയുമ്പോൾ നമുക്ക് മനസ്സിലാണ് എന്താണ്, അവൻ ഒരിക്കലും വിശ്വസിക്കൂല, അപ്പൊ അവനിക്ക് ഈമാൻ ഇല്ല എന്ന് തന്നെയാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് അല്ലാഹു തആലയുടെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അള്ളാഹ് അങ്ങനെ പറഞ്ഞു വരുമ്പം അതാണല്ലോ ഇപ്പൊ തഫ്സീർ പറഞ്ഞാല്, ഖുർആന് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താന്ന് നമുക്ക് പറഞ്ഞു തരിക എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല അങ്ങനെയാണ് ഉദ്ദേശിക്കുക എന്നത്. എന്നിട്ട് പറഞ്ഞു, അല്ല ഇനി അവൻ വിശ്വസിക്കുമെന്ന് ആരെങ്കിലും പറയുണ്ടോ എന്ന് അവരെ ഗണ്ണിക്കുകയാണ്. അങ്ങനെ ആരെയും പറയുണ്ടോ? ഫലോ ആമന ഇബ്ലീസ് എങ്ങാനും വിശ്വസിച്ചു, അവനക്ക് ഈമാണ്ട് തോവുണ്ട് എന്നൊക്കെ പറയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു തആല പറഞ്ഞ കളവാവൂലേ? അതെങ്ങനെ ഉണ്ടാവോ? അതൊരിക്കലും ഉണ്ടാവില്ല. അത് അസംഭവ്യല്ലേ, മുഹാലല്ലേ, അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും ഫക്കാനു സുദൂറുൽ ഈമാനി മിൻഹു മുഹാല. ഇബ്ലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈമാൻ, അവന്റെ വിശ്വാസം
അതൊക്കെ മുഹാലാണ്, അസംഭവ്യമാണ്, സംഭവിക്കൂല എന്ന് തന്നെ പറയാം എന്ന് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുമ്പം ഖാതിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയിൽ 10-ാം വാള്യത്തിൽ, അതായത് കിതാബ് ഷഹാദത്തിൽ അതിൻ്റെ തോബന്റെ ബാബ് വിശദീകരിച്ചു കൊടുത്ത് അവിടെ തോബ ആർക്കൊക്കെ ഉണ്ടാകും, എങ്ങനെയൊക്കെ തോബ ചെയ്യണം, അതിനെ കെട്ടുമട്ടൊക്കെ പറയുന്നു കൊടുത്ത് 4 കൂട്ടർക്ക് തോബല്ല, അവർ തോബ ചെയ്തൂല അല്ലെങ്കിൽ തോബ ചെയ്താൽ സ്വീകരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് 4 വിഭാഗത്തെ പറയുമ്പം ഒന്നാമതായിട്ട് എണ്ണിയത് ഇബ്ലീസാണ്. മഹാനായ ഖാതിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹഫ, ആ തുഹഫയുടെ 10-ാം വാള്യം കിതാബ് ഷഹാദത്തിൽ തോബന്റെ ബാബെടുത്ത് നോക്ക്. അതിൽ ഇതിൻ്റെ 468-ാമത്തെ പേജിൽ ഉണ്ടോ, ഫായിദത്തുൻ, ഒരു പോയിന്റ് വർത്താനം പറയട്ടെ, യുസ്തസ്ന അർബഅത്തു കുഫാരിൻ ലാ തുഖ്ബലു തൗബത്തുഹും, ഉണ്ടോ 4 വിഭാഗത്തിൻ്റെ 4 കൂട്ടർക്ക് അല്ലാഹു തആല തോബ കൊടുക്കൂല, തോബല്ല അവർക്ക്, അതല്ല തുഖ്ബലു തൗബത്തുഹും, അവരുടെ തോബ സ്വീകരിക്കന്നല്ല, അവരുടെ തോബ സ്വീകരിക്കേയില്ല. ഒന്നാമതായിട്ട് പറഞ്ഞു ഇബ്ലീസ്, പിന്നെ ഹാറൂത്ത് മാറൂത്ത് നാഖത്തി സ്വാലിഹിൻ, സ്വാലിഹ് നബിന്റെ ഒട്ടകത്തെ കൊന്നവൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 4 വിഭാഗത്തെ പറയുമ്പം എന്നിട്ട് മഹാനവർ തുടർന്ന് പറയാണ് കാലബാലോഹം, ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് ഇവരുടെ തോബ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്, ലഅല്ലൽ മുറാദ അന്നഹും ലാ യതൂബൂൻ, അവർ തോബന്നെ ചെയ്യൂല എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രൂപത്തിലൊക്കെ പറഞ്ഞു. ഏതായാലും തോബ സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ മഹാനവർ പറയാണ്, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയും, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞു, അഖൂലു, ഞാനൊന്ന് പറയട്ടെ, എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ നിലപാട്, അവിടുത്തെ അഭിപ്രായം, അവർ ഏത് വിഷയത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്, അഖൂലു, ഞാനൊന്ന് പറയട്ടെ, ബൽ ഹുവ അലാ ളാഹിരിഹി ഫി ഇബ്ലീസ്, ഇബ്ലീസിന്റെ കാര്യത്തിൽ ഇത് വളരെ സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും, പ്രകടമായി നിൽക്കുകയാണ്, അവന്റെ തോബ സ്വീകരിക്കൂല. അപ്പൊ ഇബ്ലീസിന്റെ തോബ ഒരിക്കലും സ്വീകരിക്കൂല എന്നാണ് ഖാതിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയിലൊക്കെ വ്യക്തമായിട്ട് മുഅ്തമദായിട്ട് പറഞ്ഞത്. പിന്നെ അവിടെ എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാം, ഹാറൂത്ത് മാറൂത്തിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇബ്ലീസിന്റെ കാര്യത്തിൽ ആ അഭിപ്രായം പറയാനല്ല. അപ്പൊ ഇബ്ലീസിന്റെ കാര്യത്തിൽ എന്തില്ല, അവനക്ക് തൗബ ഇല്ല, അത് സ്വീകരിക്കൂല എന്ന് വ്യക്തമായിക്കൊണ്ട് തുഹഫയും പറയുന്നു. അപ്പൊ ആകെ തുക ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തൗബ ചെയ്യൂലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല, ചിലപ്പം അങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഒരു ഖേദപ്രകടനം നടത്തിയോ, അല്ലാഹു ആലം. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും സ്വീകരിക്കൂല എന്ന വിഷയത്തിൽ ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട്. അത് ഖണ്ഡിതമാണ്, അവന്റെ തോബ സ്വീകരിക്കൂല, അവർക്ക് തോബല്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും കേട്ടോ.